കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഒരു സംഘം വീട്ടിൽ കയറി അതിക്രമം നടത്തിയത്. ജ്യോതി നിവാസിൽ കരുണന്റെ വീട്ടിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. കരുണന്റെ മകൻ ജ്യോതിഷ് കുമാർ, ഭാര്യ പ്രജില എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വീടിന്റെ മുൻവശത്തെ ചില്ലുകളും ഫർണിച്ചറുകളും ആയുധങ്ങൾ ഉപയോഗിച്ച് തകർത്തു. അഭിജിത്ത് മുഴക്കുന്നിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അഭിജിത്ത്, ആരാണ് ഈ ആക്രമണം നടത്തിയത്, അതിക്രമം നടത്തിയത്, ഈ ക്രൂരത കാണിച്ചത്? എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? മുൻവൈരാഗ്യമുള്ള ആരെങ്കിലുമാണോ? ഈ കുടുംബം ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളതിൽ വ്യക്തതയില്ല. ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊയിലാണ്ടിയിലെ കരുണന്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറുകയായിരുന്നു. ശേഷം വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ ഈ സംഘം അടിച്ചു തകർത്തു. മാത്രമല്ല ഫർണിച്ചറുകളും നശിപ്പിച്ചു. കരുണന്റെ മകൻ ഈ സംഘത്തെ പ്രതിരോധിക്കാനായി ശ്രമിച്ചിരുന്നു. അതിനിടയിലാണ് കരുണന്റെ മകന് പരിക്കുപറ്റുന്നത്. മാത്രമല്ല മകന്റെ ഭാര്യയ്ക്കും പരിക്കുപറ്റിയിട്ടുണ്ട്. രണ്ടുപേരെയും ഈ സംഘം ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ഈ സംഘം അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വീട്ടുകാർക്കാർക്കും ഒരു വ്യക്തതയില്ല. നിലവിൽ അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പരിക്കുപറ്റിയ, അതായത് കരുണന്റെ മകനും മകന്റെ ഭാര്യയ്ക്കും പരിക്കുപറ്റിയിട്ടുണ്ട്. നിലവിൽ അവർ ചികിത്സയിലുമാണ്. ഈ സംഘത്തെ കണ്ടെത്തുന്നതിനായി കുറെ അധികം പേരുണ്ട് എന്നുള്ളതാണ് ഇവർ നൽകിയ പരാതിയിൽ. അതായത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയ ആക്രമണമാണ്. ഇവർക്കായുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് തുടരുകയാണ്. സമീപത്തെ CCTV ക്യാമറകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി അഭിജിത്ത്, ഇപ്പോൾ ഇത്രയും വേഗം തന്നെ ഈ അക്രമി സംഘം 20-ലധികം ആളുകളുണ്ട്. ആരൊക്കെയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്? എന്തായിരുന്നു കാരണം? എല്ലാം കണ്ടെത്താൻ സാധിക്കട്ടെ.